ലൈഫിൽ സ്റ്റക്കായി പോലെ തോന്നുന്നുണ്ടോ? Then this video is for you. This is Seenu, an aspiring psychologist. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു 4, 5, 6 വർഷം കഴിഞ്ഞിട്ട് കാണും. ചിലർ എങ്ങനെയൊക്കെയോ ഒരു ഡിഗ്രി എടുത്തിട്ട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്തവരെ കാണും. ഇനിയിപ്പം അതല്ല, ഇപ്പം ഡിഗ്രി എല്ലാം കഴിഞ്ഞ് പി ജിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണും, പി ജി കിട്ടാത്ത ആൾക്കാർ കാണും, കിട്ടിക്കഴിഞ്ഞ് അതെങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനിയിപ്പം അതും കഴിഞ്ഞിട്ട് സ്റ്റക്കായി പോയി ജോലിയൊന്നുമില്ല അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും കാണും. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വീക്കാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ബട്ട് ഐ ആം ടെല്ലിങ് യു ആർ ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് പീപ്പിൾ. കാരണം ഞാനും അങ്ങനെ ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി എന്തൊക്കെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാലും അത് നിന്നു പോകരുത്, സ്റ്റക്കായി പോകല്. ചിലപ്പം 1-2 ദിവസം ഒക്കെ നമുക്ക് വിഷമം കാണും, അതിങ്ങനെ അതുമായിട്ട് നമ്മളിങ്ങനെ നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടും ഇതിവിടെ നിൽക്കുന്നില്ല, ഇതിവിടെ സ്റ്റോപ്പ് ആവുന്നില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. കാരണം അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്, കുറേ എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്, ഞാൻ ഇപ്പോൾ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഇവരൊക്കെ തന്നെ ഗീവ് അപ്പ് ചെയ്യാനായിട്ട് ഒട്ടും തയ്യാറാവാത്ത കുറേ ആൾക്കാരാണ്. ഇപ്പം എന്തൊക്കെ പരിഹാസങ്ങൾ നേരിട്ടോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, വീട്ടുകാരായിക്കോട്ടെ, ഇനിയിപ്പം കുറച്ച് ബന്ധുക്കളായാലും അല്ലെങ്കിൽ ഇപ്പം വഴി കൂടെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പം ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഗിവ് അപ്പ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ബട്ട് ഐ വോണ്ട് ടു ടെൽ യു ദാറ്റ് യു ആർ ദ സ്ട്രോങ്ങസ്റ്റ് പീപ്പിൾ. കാരണം ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല അത്. സോ യു ആർ സ്റ്റിൽ ട്രൈയിങ്, യു ആർ സ്റ്റിൽ ഹോപ്പിംഗ്, യു ആർ ട്രൈയിങ് ഹാർഡ് ആൻഡ് ഇറ്റ്സ് ടു പവർഫുൾ. കാരണം എല്ലാവരെയും കൊണ്ടും പറ്റില്ല. നടുക്ക് സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജീവിതമേ അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിലോട്ടൊന്നും പോവാതെ ഇനിയും മുന്നോട്ട് എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. സോ യുവർ ടൈം ലൈൻ ഡസൻറ്റ് നീഡ് ടു മാച്ച് എനിവൺ എൽസ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എ ബ്രേക്ക് ത്രൂ കംസ് ആഫ്റ്റർ എ ബ്രേക്ക് ഡൗൺ. ഫ്രണ്ട്സുകൾ പോയി കാണും, നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് എല്ലാം അല്ലെങ്കിൽ മുന്നേ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ പോയി കാണും. പക്ഷേ നമ്മുടെ ടൈം അതാണ്. നമ്മൾ കുറച്ച് സ്ലോ ആണെങ്കിൽ എന്താ, ഒരു പ്രശ്നവുമില്ല. എന്താണോ നമുക്ക് നേരിടേണ്ടെന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടായാൽ മതി. അതിപ്പോൾ എത്ര ഫെയിലായി കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇറ്റ്സ് നോട്ട് സോ സിമ്പിൾ, ബട്ട് try again and you will get it. So just drop your thoughts in the comment section. So see you in the next video. Bye.